Welcome, students. Welcome back to our IT class. We've been discussing about how to create an email account, and before the exam, I will give you the marks as soon as possible. I have to finish a little more, so it's a big task actually. So I'll be publishing it on our group, so don't worry about that. So we are continuing with the chapter. We were discussing about how to create email account. Hope you've got everything what we had discussed in our previous class. ഇപ്പോൾ ഞാൻ വിചാരിക്കണം എല്ലാവർക്കും അത് അറിയാം, പിന്നെ അത് ഒത്തിരി പറയേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് മെയിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുണ്ട്. എങ്ങനെയാണ് ഒരു മെയിൽ അയക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും മെയിൽ അയച്ചിട്ടുണ്ടോ? ഹൗ ടു സെൻഡ്? നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടതെന്ന്? മെയിലിനൊരു ഫോമാറ്റ് ഉണ്ട്. മെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു ഒരു ഫോമൽ ആയിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ജോബിന് അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പാളിന് നിങ്ങൾക്കൊരു ലെറ്റർ എഴുതണം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് ഒരു ലെറ്റർ എഴുതണം. വുഡ് ഇറ്റ് ദാറ്റ് ബി കാഷ്വൽ വൺ? നോ. കാഷ്വലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? ഡിയർ സാർ എന്നൊക്കെ പറഞ്ഞിട്ടാണോ നമ്മൾ എഴുതുക? അല്ല. അപ്പോൾ ഫോമലും കാഷ്വലും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എഴുതുന്നത് എന്താണ്? ഒരു ക്ലാസ് ടീച്ചറിന് എഴുതുകയാണെങ്കിൽ, ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, when you're writing something to your class teacher, you have to write it in formal way of writing. Same as in the case of principal too. അപ്പോൾ പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ രീതിയിലാണ് എഴുതുന്നത്. ഇപ്പോൾ സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് വെൻ യു ആർ എൻ എംപ്ലോയി ഓഫ് company and you want to convey something to your employer and you wanted to give a letter, അപ്പോൾ അതും എന്തായിരിക്കണം? ഫോമൽ ലെറ്റർ ആയിരിക്കണം. കാഷ്വലായിട്ട് എടുക്കാൻ പറ്റില്ല. ഡിയർ സാറെന്നോ അല്ലെങ്കിൽ ഒന്നും പാടില്ല. അപ്പോൾ അതൊക്കെ ഇതിൽ എന്താണ് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇത് പറയാൻ കാരണം എന്താ? മെയിലിനെ പറ്റി സംസാരിക്കുമ്പോൾ ലെറ്ററിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ കാരണം എന്താ? ലെറ്റേഴ്സ് were used previous times, early days. Now we've got technology and instead of using letters we can use mail, email. ഇപ്പോൾ എങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യുന്നത്? ഇമെയിൽ. ഇപ്പോൾ ലെറ്ററിന് പകരം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിലാണ്. സോ വി ഹാവ് ടു ഫോളോ ദ തിങ്സ് വിച്ച് വി യൂസ് ടു ഫോളോ വൈൽ റൈറ്റിംഗ് എ ഫോമൽ ലെറ്റർ. അപ്പോൾ എങ്ങനെയാണ് ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ ഇതിൽ ഇനി ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആൻ ഇമെയിൽ മെസ്സേജാണ്. പേജ് നമ്പർ 34. അപ്പോൾ അതിലൊരു ബോക്സ് കാണാം, ഫിഗർ ദർ ഇസ് നോ ഫിഗർ നെയിം. ഇപ്പോൾ ഏറ്റവും അടിയിലായിട്ട് കാണാം ഫ്രം ടു CC, BCC, subject, body, attachment, date, message ID. These are the things which you have to keep in mind while writing an email. ഇമെയിൽ നമ്മൾ ഒരാൾക്ക് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഇമെയിൽ കമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ. ഫ്രം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണോ അയക്കുന്നത്, നമ്മളാണല്ലോ അയക്കുന്നത്, നമ്മുടെ അടുത്തു നിന്നാണല്ലോ പോകുന്നത്. അവിടെ നമ്മുടെ അയക്കുന്ന ആളുടെ ഇമെയിൽ. ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടേണ്ട ആളുടെ ഇമെയിൽ. ഇനി CC stands for carbon copy. Here you can specify the address or addresses of those to whom you want to send a copy of the mail. The CC recipient's name is visible to all recipients. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ പ്രിൻസിപ്പാൾ ഒരു സ്കൂളിൻ്റെ എന്തെങ്കിലും ഒരു വിശേഷം അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം നമ്മുടെ ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലും സ്കൂളിൽ നടത്താൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഒരു മെയിൽ അയക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇരുന്ന് മെയിൽ അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ വി ക്യാൻ ആഡ് നമ്പർ ഓഫ് അഡ്രസ്സസ് ഇൻ ദ CC സെക്ഷൻ. നമ്മൾ ഫ്രം കൊടുക്കുന്നു, ദെൻ ടു, അതിൻ്റെ CC എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് കാർബൺ കോപ്പി. അപ്പോൾ ഈ സെയിം മെസ്സേജ് നമ്മൾ എന്ത് ഇമെയിലാണോ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ലെറ്റർ, ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലെറ്ററിൽ എന്താണ് എഴുതുന്നത് അത് തന്നെ.
ആ സാധനം എല്ലാവർക്കും ചെല്ലണം. അപ്പോൾ അതിനായിട്ട് CC എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ സ്കൂളിലെ എല്ലാ പേരൻസിൻ്റെയും ഇമെയിൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് when we click on send, it will be sent to all the parents. അപ്പോൾ ഈ CC എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എത്ര റെസിപ്പിയൻസിന് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താണ്, പ്രിൻസിപ്പാൾ എല്ലാവർക്കും അയക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു മെയിൽ അയക്കുകയാണ്. ഇപ്പോൾ CCയിൽ എല്ലാവരുടെയും മെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CC എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബോക്സ് പോലത്തെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിപ്പിയൻസിൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നത്. സോ വെൻ വി പ്രൊവൈഡ് ദ recipient's email address on that specified text box, when we get this email to our machine, we can see who are all the recipients. ഇത് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ കിട്ടുന്ന ആളുകൾക്കും അറിയാൻ പറ്റും. ഏത് ഇന്നവർക്ക് അയച്ചിട്ടുണ്ട്, അവർക്ക് അയച്ചിട്ടുണ്ട്, ഇവർക്ക് അയച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. നമുക്ക് അഡ്രസ്സ് കാണാൻ പറ്റും, ഇത് ആർക്കൊക്കെയാണ് പ്രിൻസിപ്പൾ അയച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. That's what the thing about CC. And next comes BCC. BCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഈ കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ പേപ്പർ കണ്ടിട്ടുണ്ടോ? കാർബൺ പേപ്പർ. അപ്പോൾ അത് ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ അടിയിൽ വെച്ചിട്ട്, അപ്പോൾ നമ്മൾ ആ പേപ്പറിൻ്റെ മുകളിൽ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് നമ്മൾ എന്ത് വരയ്ക്കുന്നോ അത് തന്നെ ഈ കാർബൺ പേപ്പറിൻ്റെ അടിയിലിരിക്കുന്ന പേപ്പറിൽ വരും, പ്രിൻ്റായിട്ട് വരും. പ്രിൻ്റായിട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഷി പെരണ്ട് അങ്ങനെ ആവും. അപ്പോൾ അതാണ് കാർബൺ കോപ്പി എന്ന് പറയുന്നത്. അതുപോലെ അതായത് എക്സാക്റ്റ് കോപ്പി. അപ്പോൾ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഇതും സെയിം ആസ് ദ CC പോലെ തന്നെ നമുക്ക് അവിടെയും എന്ത് ചെയ്യാം, ആർക്കൊക്കെയാണോ പോകേണ്ടത് അവരുടെയൊക്കെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. വി ക്യാൻ പ്രൊവൈഡ് ഓൾ ദ ഇമെയിൽ അഡ്രസ് ഓഫ് ദ റെസിപ്പിയൻസ്. ബട്ട് വെൻ വി പ്രൊവൈഡ് ദ ഇമെയിൽ അഡ്രസ് ഓഫ് ദ റെസിപ്പിയൻസ് ഇൻ CC, the recipients will be able to see all the recipients' address. അതായത് CCയിലാണ് നമ്മൾ, ഇപ്പം ഞാനാണ് അയക്കുന്നതെന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒരു മെയിൽ അയക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഇമെയിൽ അഡ്രസ്സ് CCയിൽ കൊടുക്കുകയാണ്, കാർബൺ കോപ്പിയിൽ എന്താണ് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ വരും. അപ്പം നിങ്ങളിൽ ഓരോരുത്തരും ആ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കാം ഇത് ആർക്കൊക്കെയാണ് സാർ അയച്ചിരിക്കുന്നത്, എത്ര പേർക്ക് അയച്ചിട്ടുണ്ട്, അവരുടെ മെയിൽ അഡ്രസ്സ് എല്ലാം കാണാൻ പറ്റും. എപ്പോൾ when I put the addresses on CC text box or CC box. But whereas in the case I am choosing BCCയിലാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടൊരു മെയിൽ അയക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? യു വോണ്ട് ബി ഏബിൾ ടു സീ ഞാൻ ആർക്കൊക്കെയാണ് അയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മെയിൽ വരും, പക്ഷേ ഈ റെസിപ്പിയൻസ് വേറെ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CC ആൻഡ് BCC. മനസ്സിലായോ? ഇനിയുള്ളത് എന്താ? സബ്ജക്റ്റ്. A short title for the mail. ഈ മെയിൽ എന്തിനെ പറ്റിയിട്ടാണ്? അപ്പോൾ നമുക്കൊരു മെയിൽ വന്നു കഴിഞ്ഞാൽ when we check on inbox, our ഇൻബോക്സിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ when you send an email, you have to provide a subject and the subject should be എന്താ പറയുക, ഈ നമ്മുടെ കണ്ടൻറ്റിനോട് വളരെ സാമ്യമുള്ളൊരു കാര്യമായിരിക്കണം. ഇപ്പോൾ നമ്മളൊരു അർജൻറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അയക്കുന്നതെങ്കിൽ യു ക്യാൻ അതെന്താ സബ്ജക്റ്റ് എന്ന് അയച്ചിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് അയച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൾക്ക് മനസ്സിലാവും എന്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിലാണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ദ റെലവൻസ് ഓഫ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വെരി ഹൈ ചാൻസ് ടു the person who received that email will be ignored. അവർ ഇഗ്നോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തിനെ പറ്റിയാണെന്ന് അറിയില്ല. നമുക്ക് പലയിടത്തുനിന്നും ഇമെയിലുകൾ കുറേ വരും. അപ്പോൾ when we check on our inbox, നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ട്, സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് വിസിബിൾ. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്നത് സബ്ജക്റ്റ് ആയിരിക്കും. സോ യു ഹാവ് ടു പ്രൊവൈഡ് ദ സബ്ജക്റ്റ് റിലവൻറ്റ് ടു ദ കണ്ടൻറ്റ് ഇൻസൈഡ് ദ മെയിൽ. ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇമെയിൽ എന്തിനെ പറ്റിയാണ്, അതിൻ്റെ അകത്തെ കണ്ടൻറ്റ്. ദാറ്റ്സ് വാട്ട് ബോഡി ഈസ്. അറ്റാച്ച്മെൻറ്റ്. യു ക്യാൻ അറ്റാച്ച് വേരിയസ് ഫയൽസ്.
നമുക്ക് അറ്റാച്ച് ചെയ്യാം ഇതിൻ്റെ കൂടെ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇമെയിൽ ഇപ്പോൾ ലെറ്റർ എഴുതൂല്ലേ നമ്മൾ. ഇപ്പോൾ ലെറ്റർ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുക്കുന്നു, പേപ്പറിൽ എന്താ റെസ്പെക്റ്റഡ് സാറെന്നോ ഡിയർ ഫ്രണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടൻറ് എഴുതുന്നു. അതിനെയാണ് ബോഡി എന്ന് പറയുന്നത് മെയിലിൽ വരുമ്പോൾ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ലെറ്ററിൻ്റെ കൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ലെറ്ററിൻ്റെ കൂടെ വെച്ചിട്ട് അത് കവറിലാക്കി അയച്ചു കൊടുക്കും. അപ്പോൾ whereas in the case of this email you can have this option called attachment എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ you will be able to attach whatever file you need to send to the recipient. നമ്മുടെ റെസിപ്പിയൻറ്റിന് എന്തെങ്കിലും അയക്കാനുണ്ടെങ്കിൽ അതർ ദാൻ ദിസ് മെയിലിൻ്റെ ഒപ്പം മെയിലല്ലാതെ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടെ അയക്കാനുണ്ടെങ്കിൽ വി ക്യാൻ അറ്റാച്ച് ഇറ്റ് വിത്ത് ദ മെയിൽ. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിലിൻ്റെ കൂടെ അയക്കാൻ പറ്റും. യു ക്യാൻ അറ്റാച്ച് വൺ ഓർ മോർ പിക്ചേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഓർ എനി അതർ വിത്ത് യുവർ ഇമെയിൽ. Some computers specify a maximum size for the mail they can handle, so that you have to keep that in mind if you intend to send very big attachment. അപ്പോൾ അതൊരു മെയിൻ തിങ് ആണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ ആണെങ്കിൽ 25 MB ആണ് അവർ ലിമിറ്റ് തരുന്നത്, 25 MB. അതാണെങ്കിൽ 25 MB ആണ് നമുക്ക് എന്ത് തരുന്നത്, അറ്റാച്ച്മെൻറ്റിൻ്റെ മാക്സിമം ലിമിറ്റ് തരുന്നത്. അതിൽ കൂടുതലുള്ള അറ്റാച്ച്മെൻറ്റ്സ് വി വോണ്ട് ബി ഏബിൾ ടു സെൻഡ്. ബട്ട് ഇഫ് യു വാണ്ടഡ് ടു സെൻഡ് ദാറ്റ് file, you can have other ways, like you can upload that file into your Google Drive and you can share the link to that specified file located in Google Drive. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്താ അയക്കേണ്ട, ഒരു 1 GB ഉള്ള എന്തൊരു ഫയൽ അയക്കണം, ഒരു EXE ഫയൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ ഡോക്യുമെൻ്റ് ആയിരിക്കാം, ഒരു ബുക്കിൻ്റെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, ഒരു ബുക്ക് തന്നെ ആയിരിക്കാം, ഓൺലൈൻ ബുക്ക്. അപ്പം 25 മുകളിലുണ്ട്, ഇപ്പോൾ 50 MB ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ബട്ട് Gmail won't allow you to send more than 25 MB. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് ഡ്രൈവ് ഉണ്ട്, ഓൺലൈൻ സ്റ്റോറേജ്, ക്ലൗഡ് സ്റ്റോറേജ്. ഗൂഗിളിൻ്റെ അതാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. യു ക്യാൻ അപ്ലോഡ് ദാറ്റ് ഫയൽ ഇൻ ടു യുവർ ഗൂഗിൾ ഡ്രൈവ് ആൻഡ് യു ക്യാൻ ഷെയർ ദാറ്റ് ലിങ്ക് വിത്ത് ദ റെസിപ്പിയൻറ്റ് ആൻഡ് ഹി വിൽ ബി ഏബിൾ ടു ഡൗൺലോഡ് ദാറ്റ് specified file you have uploaded in your Google Drive when he click on that link. നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് ഇമെയിലിനൊപ്പം അയച്ചു കൊടുക്കുന്നു. അപ്പോൾ റെസിപ്പിയൻ്റ് ഇമെയിൽ വായിച്ചതിന് ശേഷം ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഏബിൾ ടു ഡൗൺലോഡ് ദാറ്റ് ഫയൽ ഫ്രം ഗൂഗിൾ ഡ്രൈവ്. ദാറ്റ്സ് ദി അതർ ബെനഫിറ്റ് ഓഫ് ക്ലൗഡ് സ്റ്റോറേജ്. യു ക്യാൻ ആക്സസ് ഓർ യു ക്യാൻ ഗീവ് ആക്സസ് ടു എനി പേഴ്സൺ അറൗണ്ട് ദ വേൾഡ്. പിന്നെന്താ, ഡേറ്റ്സ്. This is the date and time on which the message was sent from the sender's computer. അയക്കുന്ന ആളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് മെസ്സേജ് എപ്പോഴാണോ സെൻഡ് ആയത് അതാണെന്ത്, ഡേറ്റ് ആൻഡ് ടൈം. that will be available too. പിന്നെ മെസ്സേജ് ID, that won't be visible for us, but it's for the internal process. ഇമെയിലിന് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനുള്ള ഇൻറ്റേർണൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് മെസ്സേജ് ID എന്ന് പറയുന്നത്. ദീസ് തിങ്സ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ആൻഡ് യു ഹാവ് ടു understand the difference between CC and BCC. If you have any queries, don't hesitate to ask.